ജോജോ എന്ന ബ്ലോഗറുടെ ബ്ലോഗുകളിൽ എന്നും നിറഞ്ഞു നിന്നത് വയനാട് എന്ന സുന്ദര ഗ്രാമം, ആ സുന്ദര ലോകത്തിൻ്റെ സൗന്ദര്യം. തൻ്റെ സ്വന്തം ചൂരൽമലയെക്കുറിച്ച് ജോജോ ഒരിക്കൽ കുറിച്ചത് ഇങ്ങനെ: ദൈവത്തിൻ്റെ സ്വന്തം നാട് ചൂരൽമല. എന്നാൽ ചൂരൽമലയ്ക്കൊപ്പം തൻ്റെ ജീവിതത്തിലുള്ള സൗന്ദര്യവും സ്നേഹവും സന്തോഷവും ഒക്കെ നിറച്ച നീതുവിനെ ജോജോയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് അതേ ചൂരൽമല. ഇനി ചൂരൽമലയുടെ സൗന്ദര്യം പഴയതുപോലെ തിരിച്ചു വരില്ല. അന്നത്തെ ദിവസം നീതുവിൻ്റെ സഹപ്രവർത്തകൻ ഓർമ്മിക്കുന്നത് ഇങ്ങനെ: നീതു ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്ക് അന്ന് രാവിലെ ഒരു ഫോൺ കോൾ വന്നു. ഡോക്ടർമാരെ ബുക്ക് ചെയ്യാനായി എന്നും രോഗികൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാറുണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് നീതു ആയിരുന്നു മറുതലയ്ക്കൽ. വിറച്ചു വാക്കുകൾ മുറിഞ്ഞു പോകുന്നതിനിടയിൽ നീതു പറഞ്ഞത് ഇത്രയുമായിരുന്നു: ആരെങ്കിലും ഞങ്ങളെ വന്നൊന്ന് രക്ഷിക്കോ, വീട് മുഴുവൻ ചെളിവെള്ളം കയറി, എവിടെയോ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഫോൺ എടുത്ത് രാത്രി ഷിഫ്റ്റിലെ ജോലിക്കാരൻ എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. ഓക്കെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. വീണ്ടും നീതു വിളിച്ചു. ഇത്തവണ ഫോൺ എടുത്തത് ഡ്യൂട്ടി മാനേജറാണ്. വീണ്ടും ഉരുൾപൊട്ടി എന്ന് തോന്നുന്നുണ്ട്, ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോലും പറ്റുന്നില്ല, എല്ലാവരും ഇപ്പോൾ ഒലിച്ചു പോകും. നീതു വിറയലോടെ ഇത്രയും പറഞ്ഞൊപ്പിച്ചത് അദ്ദേഹം ഓർക്കുന്നു. പിന്നീട് ആശുപത്രിയിൽ നിന്ന് നീതുവിനെ തിരിച്ചു വിളിച്ചു. അപ്പോഴേക്കും പുഴ ഗതിമാറി ഒഴുകി വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള സ്ഥലത്താണ് വീടുള്ളത് എന്നും അവിടെ നിന്ന് മാറാൻ അതിലും സുരക്ഷിതമായ ഒരു സ്ഥലമില്ല എന്നും സഹപ്രവർത്തകരോട് നീതു പറയുകയും ചെയ്തു. ചൂരൽമലയിലെ ഹൈസ്കൂൾ റോഡിലെ വീട്ടിൽ നിന്ന് രാത്രി നീതു ഫോൺ ചെയ്യുമ്പോൾ നീതുവിനെ പോലെ തന്നെ ഭയന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു അച്ഛനും അമ്മയും നീതുവിൻ്റെ ഭർത്താവ് ജോജോ വി ജോസഫും 5 വയസ്സുള്ള മകനും. രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ വീടിന് മുന്നിൽ ഉരുൾപൊട്ടി വന്ന കാറും മറ്റു വാഹനങ്ങളും നീക്കിക്കൊണ്ടുവന്ന ചെളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പുഴയ്ക്ക് മുകളിലൂടെയുള്ള പാലവും തകർന്നിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ വന്ന് വാതിൽ എങ്ങനെയൊക്കെയോ തള്ളിത്തുറന്ന് എല്ലാവരെയും രക്ഷിച്ചു. എന്നാൽ അതിനിടയിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിനൊപ്പം വീടിൻ്റെ കുറച്ചു ഭാഗവും ഒലിച്ചുപോയി. ആ ഒഴുക്കിൽ നീതുവും അകപ്പെട്ടു. എല്ലാവരെയും രക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് നീതു അക്കൂട്ടത്തിലില്ല എന്ന് ജോജോയ്ക്ക് മനസ്സിലായത്. മകനെ ചേർത്ത് പിടിച്ച് വിറങ്ങലിച്ച് നിന്ന ജോജോയുടെ ഉള്ളിൽ അന്നേരം എന്താണ് ഉണ്ടായിരുന്നത് എന്നിപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. മകനെയും മാതാപിതാക്കളെയും ദുരിതാശ്വാസ ക്യാമ്പിലെത്തിച്ചു. ജോജോ നീതുവിനെ അന്വേഷിച്ച് ആദ്യം മേപ്പാടി ഹെൽത്ത് സെൻ്ററിലാണ് പോയത്. ഓരോ മൃതദേഹവും മൂടിയ വെള്ളത്തുണികൾ പൊക്കി നോക്കുമ്പോഴെല്ലാം തൻ്റെ പ്രിയതമയുടെ മുഖമാകരുതേ എന്നാണത്രേ ജോജോ മനസ്സുരുകി പ്രാർത്ഥിച്ചത്. മണ്ണിലെങ്ങാനും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തകർക്കൊപ്പവും ജോജോ ചേർന്നു. വീട് നിന്നിരുന്ന ഏകദേശ സ്ഥലം കണ്ടെത്തി. അവിടെയുള്ള മണ്ണും ചെളിയും മരത്തടിയും ഒക്കെ നീക്കി. പക്ഷേ ഇതുവരെ നീതുവിനെ കണ്ടെത്താൻ ജോജോയ്ക്ക് സാധിച്ചിട്ടില്ല. മിസ്സിംഗ് കേസുകളുടെ പട്ടികയിൽ നീതുവിൻ്റെ ചിരിക്കുന്ന മുഖം ഇപ്പോഴുമുണ്ട്. അത് കാണുമ്പോൾ കാണാമറയത്ത് അവൾ ഉണ്ടാകണേ എന്ന പ്രാർത്ഥന ജോജോയ്ക്കുള്ളിലുണ്ട്. എന്തായാലും ഇതുപോലെ ഒരുപാട് പേരെയാണ് അവരുടെ പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വയനാടിൻ്റെ സൗന്ദര്യം കേരളത്തിൽ മുഴുവൻ മാത്രമല്ല ഇന്ത്യയിലും ഒക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു സംഗതിയാണ്. എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാൻ എപ്പോഴും ഈസി ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലവും വയനാടായിരുന്നു. പക്ഷേ ആ വയനാടിൻ്റെ സൗന്ദര്യം ഒന്നാകെ കുത്തൊലിക്കൽ ഒലിച്ചുപോയി എന്ന് പറയുമ്പോൾ, അതോടൊപ്പം ഒരുപാട് ജീവിതങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഇല്ലാതായി എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊക്കെ നിസ്സഹായരായ മനുഷ്യരെ പോലെ ഉറങ്ങലിച്ച് നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.